അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയാണ്. ചട്ടിച്ചോറെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, നാടൻ കറികളൊക്കെ കൂട്ടിയിട്ട് വാഴയിലയും ചട്ടിയിൽ ഇട്ടിട്ടൊരു ചോറ് കഴിക്കുന്നത് ഒരു പഴയകാല ഓർമ്മ തന്നെയാണ് കേട്ടോ. ശരിക്കും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. ഇത് നമുക്ക് മീൻ കറി വെച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള നാടൻ കറികൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ മീൻ കറി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പകരം ഇറച്ചിക്കറി ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ അത് ശരിക്കും ഭയങ്കര ട്രെൻഡുമാണ്, നല്ല തിരക്കുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഒരു 3-4 കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഉണ്ടാക്കുന്നൊരു രീതി. ഇതിൻ്റെ ഒപ്പം മുളക് വറുത്തൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ചട്ടിച്ചോറ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമ്മൾക്ക് കഴുകി വൃത്തിയാക്കിയൊരു പരന്ന ചട്ടി തന്നെ എടുക്കുക. കാരണം കറികളും എല്ലാം കൂടെ സെർവ് ചെയ്ത് നമുക്കിത് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുപോലെ ഒരു പരന്ന ചട്ടി എടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു വാഴല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് അളവിലുള്ളൊരു വാഴല വെക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ അല്പം വാട്ടിയിട്ടുണ്ട് ഇട്ടത്. വാട്ടണം നിർബന്ധമൊന്നുമില്ല. മുമ്പൊക്കെ നമ്മൾ ചൂടുള്ള ചോറും കറികളൊക്കെ കൂട്ടി വാഴലയെ പൊതിഞ്ഞിട്ട് പൊതിച്ചോറ് കെട്ടാറില്ലേ. അപ്പോൾ അതൊക്കെ തുറന്നിട്ട് കഴിക്കുമ്പോഴൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ചട്ടിച്ചോറ് വിളമ്പി തുടങ്ങാം. അപ്പോൾ അതിലേക്ക് അത്യാവശ്യത്തിന് ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ. പരത്തിയിട്ടാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ മേലെ കറികളൊക്കെ വെക്കാനുള്ളതല്ലേ. അപ്പോൾ അത്യാവശ്യം ചോറ് ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ പരത്തിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ചാള മുളകിട്ടതാണ് ഇതിൻ്റെ മേലേക്ക് ഒഴിക്കുന്നത്. അത്യാവശ്യം എരിവും പുളിയുള്ള ചാറും കൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുരിങ്ങക്ക ഇട്ടിട്ടുള്ളൊരു മോര് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്ക വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മുരിങ്ങയിലയും മുട്ടയും വെച്ചിട്ടൊരു തോരനുണ്ട്. പിന്നെ നല്ലോണം മസാല തേച്ച് ഫ്രൈ ചെയ്തെടുത്ത കൊഴുവ ഫ്രൈ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വറുത്ത ചുവന്ന മുളകിൻ്റെ കൂടെ കല്ലിലിടിച്ച ഉള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നേരിട്ട് എടുത്തൊരു ചമ്മന്തിയാണിത്. ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പപ്പടം. ഇതും കൂടെ ആകുമ്പോൾ നമ്മളെ ചട്ടിച്ചോറ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ കഴിക്കാൻ പാകത്തിന് ചോറ് തയ്യാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചട്ടിച്ചോറ്. അപ്പോൾ ശരിക്കും ഇത് കാണുമ്പോൾ കഴിക്കാൻ തോന്നണില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഈ നാടൻ സാധനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. ഇനി ഇതിൻ്റെ കറികൾ തയ്യാറാക്കുന്ന വീഡിയോ കാണാം. ആദ്യം നമ്മൾ ചാള മുളകിടുന്നതാണ് കേട്ടോ. അതിനുവേണ്ടി കുറച്ച് ചാളയും കുറച്ച് കൊഴുവയും വാങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല ഉപ്പെല്ലായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടൊന്ന് കുറച്ച് പച്ചമുളകും വേപ്പിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചാളയൊക്കെ മുളകിടാൻ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതിലേക്കൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുത്. അപ്പോൾ വഴറ്റിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി, ഒരു പാകത്തിന് എരിവ് ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചാള മുളകിടുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് ലൂസായിട്ടിരിക്കേണ്ട കറി. അപ്പോൾ അല്പം ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഒരു കുടംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർക്കുക. അപ്പോൾ പാകത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കണം ഇത് തിളച്ച് കഴിയുമ്പോൾ. അപ്പം മീൻ കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഈ വൃത്തിയാക്കി വെച്ച ചാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പണ്ടൊക്കെ ചാളക്ക് ഒരു വിലയില്ലാതിരുന്നൊരു സാധനമാണ്. ഇപ്പോൾ ചാളയുടെ ലെവൽ തന്നെ മാറിപ്പോയി, വളരെ ഹൈയിലെത്തിയേക്കാണ്. അപ്പോൾ ഇതിലേക്ക് മീനൊക്കെ ഇട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഒരല്പം ഉലുവപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു താളിക്കുമ്പോൾ അല്പം ചേർത്താലും മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക, ചിറ്റിച്ചെടുത്തിട്ട്. ഇപ്പോൾ കറി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കൊഴുവ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല വെച്ചൊക്കെ അതിലേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചേർക്കാറുണ്ട് എപ്പോഴും. പിന്നെ സാധാരണ പോലെ അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം വിനീഗറും കൂടെ ഞാൻ ചേർക്കാറുണ്ട്, സ്വർക്ക. എപ്പോഴും മീൻ മസാല തേക്കുമ്പോൾ നല്ലതാണ്. പാകത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ഈ കൊഴുവിട്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മുരിങ്ങയില തോരനും മുരിങ്ങക്ക മോര് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനോടൊരു നല്ലൊരു മുരിങ്ങ മരമുണ്ട്. അപ്പം അതിലൊരുപാട് മുരിങ്ങക്ക ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊരു വലിയൊരു കൊമ്പ് ഇതിൻ്റെ ഇങ്ങനെ മുരിങ്ങക്ക ഒരുപാട് ഉണ്ടായപ്പോൾ ഒടിച്ചെടുത്തതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പിനായിരുന്നു, അത് കാരണം കൊണ്ട് നമുക്ക് അധികം ഉപയോഗിക്കാനപ്പോൾ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഞാനിത് സെർവ് ചെയ്ത്, അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവർക്കും ഇത് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് മുരിങ്ങക്ക മോര് കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മുരിങ്ങക്ക ഇവിടെ ബാക്കിയുണ്ട് മരത്തിൽ. അപ്പോൾ അത് പറിച്ചെടുക്കുകയാണ്. ഫ്രഷായിട്ട് തന്നെ പറിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ. അപ്പോൾ ഇത് 3 മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നമ്മൾ
മോര് കറിക്ക് വേണ്ടി ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ട് ഇതിലേക്ക് വേവിക്കാൻ വെക്കുന്നുണ്ട്. മുരിങ്ങക്ക പെട്ടെന്ന് വേവുന്നതായിരുന്നു, കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു കലത്തിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2 പച്ചമുളകും ഒരല്പം ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണല്ലോ. അതൊന്ന് വേവിക്കാൻ വെക്കാം. മോര് കറി നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്, ജസ്റ്റ് ഇതൊന്ന് കാണിക്കുകയാണ് ഞാൻ. ഇതിലേക്ക് ഒരു മിക്സിയിലേക്ക് അല്പം തേങ്ങയും 1 പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളത്തിൽ ആദ്യം അരച്ചെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് തൈര് ചേർക്കണ്ടേ അല്ലേ, അത് ഒരുപാട് ലൂസായിട്ട് എടുക്കണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നല്ലത്. അത് ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മോര് കറി എപ്പോഴും കുറച്ച് തിക്കായിരിക്കുന്നത് നല്ലത്, അധികം പുളിയൊന്നും ഇല്ലാതെ. ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലും ഉണക്കമുളകും അല്പം ഉലുവയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ ഇനി തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല തേച്ച് വെച്ച കൊഴുവൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും കറിവേപ്പില നല്ലോണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ വരും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ. വെളിച്ചെണ്ണ കിടന്ന് വേപ്പിലൊക്കെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് പതുക്കെ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കൊഴുവായതുകൊണ്ട് തന്നെ പതുക്കെ മറിച്ചിടാം, പെട്ടെന്ന് പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ 2 സൈഡും തിരിച്ചിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി മുരിങ്ങയില നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില പറിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച്, മുരിങ്ങയില ശരിക്കും വെള്ളം പിടിക്കില്ല, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം ഞാൻ സവാള കൊത്തിയരിഞ്ഞിട്ടാണ് ഇടുന്നത്. അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്, വേപ്പിലേക്ക്. അപ്പോൾ തേങ്ങ ഫ്രഷ് ആയിട്ട് ഇടുന്നത്, ഞാൻ ചതച്ചിട്ടല്ല ഇടുന്നത് കേട്ടോ, ഒക്കെ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു കോഴിമുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. മുരിങ്ങയില മുട്ടത്തോരനാണ്. കോഴിമുട്ട ചേർക്കുമ്പോൾ ഈ ഒരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഒരല്പം ചേർക്കാൻ പാടുള്ളൂ, പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുന്ന സാധനമാണ് ഈ മുരിങ്ങയില ചീരയൊക്കെ. അതിലേക്ക് ഇപ്പോൾ കഴുകി വെള്ളമൊക്കെ പോയി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട്, മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ പുതിയ റെസിപ്പി കാണുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.